അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫേസ് പാക്ക് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. നിങ്ങളിത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസ് നന്നായിട്ട് കളർ വയ്ക്കാനും അതേപോലെ റിങ്കിൾസ്, കറുത്ത പാടുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി നന്നായിട്ട് ഗ്ലോ ആകാനും സോഫ്റ്റ് ആകാനും പറ്റുന്ന അടിപൊളി ഫേസ് പാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമുക്കിത് പ്രിപ്പയർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് തൈരാണ്. തൈര് നമ്മുടെ ഫേസിനെ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഡെയിലി ഈ ഒരു ഫേസ് പാക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് കളർ വെക്കാനായിട്ട് സഹായിക്കും. ഡെയിലി ചെയ്ത് നോക്കുക കേട്ടോ, നന്നായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഓറഞ്ചാണ്. ഞാനിവിടെ ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുക്കുന്നത്. അപ്പം ഞാൻ ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്തിട്ട് വരാം. ഇപ്പം ഞാനിവിടെ ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കുകയാണ്. ഞാനൊരു ഓറഞ്ചിൻ്റെ പകുതി ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പകുതി ഭാഗത്തിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് ഒരു തവണ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ ആവശ്യമുള്ളൂ. ഓറഞ്ച് ജ്യൂസ് നമ്മുടെ ഫേസ് നന്നായിട്ട് കളർ വയ്ക്കാൻ സഹായിക്കും. അതേപോലെ ഓറഞ്ച് ജ്യൂസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് സോഫ്റ്റ് ആവാനും ഗ്ലോ ആവാനും അതേപോലെ നമുക്ക് റിങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുക. എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ്. എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടും. നമ്മൾ പുറത്തൊക്കെ പോയി വെയിലൊക്കെ അടിച്ചിട്ട് വന്നിരിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങളുടെ സൺടാനൊക്കെ മാറി നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത് കാണാനായിട്ട് പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്. പിന്നെ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. നല്ല കൂളിംഗ് എഫക്റ്റാണ് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും. ഇത്രയും ഓറഞ്ച് ജ്യൂസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാനത് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാനിനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്നുപൊടിയാണ്. ഞാനൊരു ഇത്രയും ഉഴുന്നുപൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഉഴുന്നുപൊടി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പൊടി എടുക്കാം, അല്ലെങ്കിൽ അരിപ്പൊടി എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. കുറച്ച് ഉഴുന്ന് ഇതുപോലെ പൊടിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് അന്നേരം നമുക്ക് ഇതുപോലെ ആഡ് ചെയ്ത് ഓരോ ഫേസ് പാക്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പാടല്ലേ, അന്നേരം പൊടിച്ച് അന്നേരം എടുക്കുക. ഇത് കുറേ നാളത്തേക്ക് പൊടിച്ച് വെച്ചിരുന്നാൽ ഇരിക്കുകയും ചെയ്യും, കേടായി പോകത്തൊന്നുമില്ല. ഉഴുന്നും നമ്മുടെ ഫേസിന് നന്നായിട്ട് കളർ വയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു 3 ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേരുമ്പോഴത്തേക്കും ഇതിൻ്റെ എല്ലാം കൂടി ഒരു റിസൾട്ട് അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കിടു റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാം. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനി അപ്ലൈ ചെയ്യാം.
അപ്പം നമുക്കിനി ഒരു 15 മിനിറ്റ്സ് വെച്ചതിന് ശേഷം നമ്മൾ ഉണങ്ങിയതിന് ശേഷം ഇത് വാഷ് ചെയ്തിട്ട് കാണാം. ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് സ്കിൻ ബ്രൈറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫേസിൽ റിങ്കിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് മാറും. ഫേസ് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളിത് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.